അങ്ങനെ അവസാനം നമ്മൾ ഒരു പ്രൊഫഷണലിനെ കൂടെ കൊന്നു. ഇത് പ്രൊഫഷണൽ സൂയിസൈഡ് ആണെന്ന് ഹാരിസ് പറഞ്ഞിരുന്നു, ഡോക്ടർ ഹാരിസ് ചിറക്കൽ. എത്ര കൃത്യമാണ് അദ്ദേഹത്തിൻ്റെ പ്രവചനം. സുഭാഷിതം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, സംഭാവനകൾ നൽകുക. ഗൂഗിൾ നമ്പർ വച്ചിട്ടുണ്ട്, വാട്സാപ്പ് നമ്പറിലേക്ക് വിവരങ്ങൾ അയയ്ക്കുക. എത്ര മനോഹരമായിട്ടാണ് ഒരു വ്യവസ്ഥിതി, ഒരു സിസ്റ്റം കള്ളം പറഞ്ഞുകൊണ്ട് ഒരു ഡോക്ടറെ ഇല്ലായ്മ ചെയ്തത്. ഇന്ന് ഡോക്ടർ വളരെ വേദനയോടുകൂടി, ഇന്നലെ വരെ ഫൈറ്റിംഗ് മൂഡിലായിരുന്നെങ്കിൽ, ഫൈറ്ററായിരുന്നെങ്കിൽ, ഇന്ന് വേദനയോടുകൂടി ഡോക്ടർ വന്ന് ഇന്നലെ അവസാനം ഒരു പത്രക്കാരെ കണ്ടിട്ട് പറഞ്ഞു, ഞാൻ കീഴടങ്ങുന്നു. ആ വാക്ക് ഉപയോഗിച്ചില്ല, പക്ഷേ വാക്കിൽ അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിൽ, സംഭാഷണത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാം. ഇനി ഗവൺമെൻറ് കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ KGMCTയെ ഗവൺമെൻറ് കോളേജുകളിലെ ടീച്ചേഴ്സ് അസോസിയേഷൻകാർ കൈകാര്യം ചെയ്യട്ടെ, ഞാനിത് വിട്ടു എന്നുള്ള നിലയിൽ അദ്ദേഹം പറയുന്നു. പക്ഷേ അതോടൊപ്പം അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. 36-37 വർഷം ജോലി ചെയ്ത തൻ്റെ സ്ഥാപനത്തിലെ കൂടെ നിന്നവർ പിറകിൽ നിന്ന് കുത്തി, ശവത്തിൽ കുത്തും പോലെ കുത്തി. മോർച്ചറിയിൽ കിടക്കുന്ന ശവത്തിൽ നിന്ന് സ്വർണം അടിച്ചു മാറ്റുന്ന നാട്ടിലാണ് നമ്മൾ താമസിക്കുന്നത്. ഇത് ജീവിച്ചിരിക്കുന്ന മനുഷ്യനെ മോർച്ചറിയിൽ കയറ്റി ശ്വാസം മുട്ടിച്ചിട്ട് ജീവനുണ്ടെങ്കിലും അദ്ദേഹത്തിൽ നിന്ന് അടിച്ചു മാറ്റുന്നൊരു വൃത്തികെട്ട സംസ്കാരം ആരാണ് മലയാളിക്ക് പറഞ്ഞു തന്നത്? നിങ്ങൾ ഡോക്ടർമാരല്ലേ? നിങ്ങൾക്ക് ഈ സംസ്കാരം എവിടെ നിന്ന് കിട്ടി? നിങ്ങൾ സമൂഹത്തിൽ ഏറ്റവും ഉന്നതരായ രീതിയിൽ മാർക്ക് വാങ്ങി നന്നായി പഠിച്ച് കഷ്ടപ്പെട്ട് വന്നവരല്ലേ? നിങ്ങൾ ഏതെങ്കിലും രാഷ്ട്രീയക്കാരുടെ പിമ്പ് പ്രവർത്തനം നടത്തി, ഏതെങ്കിലും രാഷ്ട്രീയക്കാരുടെ മോശം പ്രവർത്തനം നടത്തി? എല്ലാവരും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ആരെങ്കിലുമൊക്കെ മോശം പ്രവർത്തനം നടത്തി ഒരു ഡോക്ടറെ കൊലയ്ക്ക് കൊടുക്കുമ്പോൾ നിങ്ങളൊരു സിസ്റ്റത്തെയാണ് ഇല്ലാതാക്കുന്നത്. ഇങ്ങനെ ഒരു ഡോക്ടർ വന്ന് ഫേസ്ബുക്കിലൂടെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വകാര്യ വാളിലാണത് പറഞ്ഞത്, വേറെ സ്ഥലത്തത് പറഞ്ഞില്ല. അതിനെ ഇത്രയും വലിയ വിവാദമാക്കി എടുത്തത് ഇവിടുത്തെ മാധ്യമങ്ങളാണ്. അതായിക്കോട്ടെ, ചിലപ്പോൾ നല്ലതിനായിരിക്കും, നന്മയ്ക്ക് വേണ്ടി. വിവാദങ്ങളെല്ലാം മോശമാണെന്നല്ല, നന്മയ്ക്ക് വേണ്ടിയായിരിക്കും. ആരോഗ്യരംഗം ശുദ്ധീകരിക്കപ്പെടുകയാണെങ്കിൽ നല്ലതല്ലേ? ആ നിലയിൽ ആ വിവാദത്തെ പോസിറ്റീവായി എടുത്താൽ അതിനുശേഷം ആവശ്യമായ സപ്പോർട്ട് കൊടുക്കണ്ടേ? ഒളിഞ്ഞും തെളിഞ്ഞും IMAയും KGCMTയും ഒക്കെ പറഞ്ഞുവെങ്കിലും ആ ഡോക്ടറെ ഒറ്റയ്ക്ക് കൊലയ്ക്ക് കൊടുക്കുമ്പോഴല്ലേ അവസാനം എല്ലാ കള്ളവും പൊളിഞ്ഞില്ലേ? അദ്ദേഹം എറണാകുളത്തേക്ക് നന്നാക്കാൻ അയച്ചിട്ടുള്ള, മെയിൻ്റനൻസിന് അയച്ചിട്ടുള്ള, അതായത് പരിശോധനയ്ക്ക് അയച്ച മിഷ്യൻ അവിടെ നിന്ന് മോഷണം പോയെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കള്ളനാക്കാൻ ശ്രമിച്ചില്ലേ? ഒരു ഡോക്ടറെ കള്ളനാക്കാൻ ശ്രമിച്ചില്ലേ? ആ ഹാരിസിനും ഒരു കുടുംബമുണ്ട്. ഹാരിസ് ചികിത്സിച്ച കുറേ രോഗികളുണ്ട് ഇവിടെ. ഹാരിസിനെ സ്നേഹിക്കുന്നൊരു ചെറിയ സമൂഹമുണ്ട് ഇവിടെ. അവരുടെ വേദനയും വികാരവും ആരറിഞ്ഞു? ഒരാളെ കിട്ടിയാൽ കുത്തി കീറി ഡെഡ് ബോഡി പോലെയാക്കി കഴുകന്മാരെ പോലെ വലിച്ചു കയറുന്നൊരു സംസ്കാരത്തിലേക്ക് നമ്മുടെ ഡോക്ടർ സമൂഹവും പോയോ? എൻ്റെ വാക്കുകളല്ല, ഹാരിസ് ഡോക്ടറിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ഹാരിസ് ഡോക്ടറുടെ ദുഃഖം കണ്ടപ്പോൾ പറയാതെ പറഞ്ഞു പോകുന്നു. നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? പ്രൊഫഷണൽ എത്തിക്സ് വേണ്ടേ? നമ്മൾ ഭരണകൂടങ്ങളുടെ ഭാഗമായി നിന്നാൽ എന്തെങ്കിലും അപ്പകഷ്ണമോ എല്ലൻ കഷ്ണമോ ചിക്കൻ പീസോ ബ്രെഡോ കിട്ടും, ഒരു സ്ഥാനം കിട്ടിയെന്നിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ഭയമാണ്. ഒന്നുകിൽ ഡോക്ടർമാരെ നിങ്ങൾക്ക് ഭയമാണ്, അല്ലെങ്കിൽ നിങ്ങൾ സ്ഥാനമോഹികളാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഒരു കാരണവും ചെയ്യാൻ പാടില്ല. ഞാൻ എല്ലാ ഡോക്ടർമാരെയും അടച്ചാക്ഷേപിക്കുന്നില്ല. നാളെ നിങ്ങൾ പരാതിയുമായി വരരുത്. എനിക്ക് ആരോടും പരാതിയില്ല. പക്ഷേ ഒരു ചെറിയ ന്യൂനപക്ഷം, വളരെ കുറച്ച് പേർ, ഞാൻ ആരെയും ആക്ഷേപിക്കുന്നില്ല, വളരെ കുറച്ച് പേർ, ചിലപ്പോൾ വിരലിൽ എണ്ണാവുന്നവർ, അവരുടെ സ്ഥാനമോഹത്തിന് വേണ്ടി ഡോക്ടർ ഹാരിസിനെ പിറകിൽ നിന്ന് കുത്തിയെങ്കിൽ അത് യൂദാസിൻ്റെ പണിയായിപ്പോയി. പക്ഷെ ഒരു കാര്യമുണ്ട്, യേശുദേവനെ യൂദാസ് ഒറ്റിക്കൊടുക്കുമ്പോൾ യേശുവിന് അറിയാമായിരുന്നു, ഒറ്റിക്കൊടുക്കുമ്പോൾ ഇവൻ എന്നിൽ ഒരർത്ഥൻ, എൻ്റെ ശിഷ്യന്മാരിൽ ഒരുത്തൻ ഒറ്റിക്കൊടുക്കും, അത് ഇവനായിരിക്കുമെന്ന് കൃത്യമായി യേശുദേവൻ അറിയാമായിരുന്നു. ഹാരിസ് ഡോക്ടർക്കും ഒരുപക്ഷെ ഇതൊക്കെ അറിയാമായിരുന്നിരിക്കും. തൻ്റെ ജൂനിയേഴ്സായിട്ടുള്ള, സഹപ്രവർത്തകരായിട്ടുള്ള, തൻ്റെ കൂടെ പഠിച്ചിട്ടുള്ളവർ എന്നോ നടന്നൊരു കാര്യത്തിന് ഒരുപക്ഷേ കോളേജ് ഹോസ്റ്റലിൽ വെച്ചോ ക്യാൻറ്റീനിൽ വെച്ചോ ക്ലാസ്സിൽ പഠിച്ചപ്പോഴുള്ള ഏതെങ്കിലും അസൂയയോ കുശുമ്പോ ഈഗോയൊക്കെ ആയിരിക്കാം തീർത്തതോ. അതോ പ്രൊഫഷണൽ ജലസിയാണോ? അതോ അധികാരമോഹമാണോ? എന്തായാലും ഹാരിസിനോട് ചെയ്തത്, സർക്കാർ ചെയ്തതും അനീതിയാണ്. അതിനേക്കാളുള്ള സ്വാഭാവിക നീതികേടാണ് ഡോക്ടർ കമ്മ്യൂണിറ്റി ചെയ്തത്. നിങ്ങൾ IMAക്കാരും KGCMTക്കാരും ഒക്കെ സമരത്തിനും ഐക്യദാർഢ്യമൊക്കെ കൊടുത്തിട്ടുണ്ട്. മഹാഭൂരിപക്ഷം കൂടെയുണ്ട്. പക്ഷേ ഈ കൂടെയില്ലാത്ത, ഒറ്റുകൊടുത്ത, പിറകിൽ നിന്ന് കുത്തിയ ന്യൂനപക്ഷമേ നിങ്ങൾ ഭൂരിപക്ഷമാകാതിരിക്കട്ടെ. കാരണം ഈ സംവിധാനം ജനങ്ങൾക്കും ജനാധിപത്യത്തിനും ആവശ്യമുണ്ട്.